ഇന്നിപ്പോൾ മന്ത്രിതല സമിതി കുറേയധികം കാര്യങ്ങൾ 26 കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. വയനാട്ടുകാരെ സംബന്ധിച്ചത് ആശ്വാസകരമാണ്. പക്ഷേ ഈ വിഷയത്തിനുള്ള പരിഹാരമല്ല. ആശ്വാസവും പരിഹാരവും രണ്ടും രണ്ടാണല്ലോ. വന്യജീവി മനുഷ്യ സംഘർഷം വരുന്ന നാളുകളിൽ കുറെ കൂടി വർദ്ധിക്കാനാണ് സാധ്യത. അത് വയനാട് മാത്രമായിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. മലയോര മേഖലകളെല്ലാം വലിയ കൃഷിനാശത്തിന്റെയും കൂടി, പ്രത്യേകിച്ച് വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കൃഷി നശിച്ചതുകൊണ്ട് ആത്മഹത്യ ചെയ്ത കർഷകരുള്ള നാടാണ് നമ്മുടേത്. അത് വരാൻ പോകുന്ന മാസങ്ങളിലും വർഷങ്ങളിലും വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോഴൊക്കെ പരിക്കേൽക്കുന്ന ആളുകൾക്ക് സർക്കാർ സൗജന്യ ചികിത്സ നൽകാം, നഷ്ടപരിഹാരം കൂട്ടി നൽകാം എന്ന് ഭരണകൂടങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അഭിലാഷേ, ഇന്ന് മന്ത്രിമാർ വന്ന സന്ദർശനം ആശ്വാസകരമാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വയനാട്ടുകാരനെ കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ ഏതെങ്കിലും ഒരു വയനാട്ടുകാരൻ പറഞ്ഞിട്ട് എൻ്റെ അറിവിലില്ല. എന്ന് മാത്രമല്ല, വളരെ വലിയ വിമർശനമാണ് വയനാട് ജില്ലയിൽ മുഴുവൻ, അതുപോലെ കേരളത്തിൻ്റെ മലയോര മേഖലയിലും ഈ സന്ദർശനത്തെ പറ്റി ഉയർന്നത്. കാരണം ഇന്ന് ഈ മന്ത്രിതല സന്ദർശനം എന്ന പേരിൽ നടന്ന പ്രഹസനത്തെ ഒരു ഒറ്റ വാക്കിൽ സംഗ്രഹിക്കാമെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും: ഈ മന്ത്രിമാർ വരുന്നതിനൊക്കെ ഭേദം 3 പോത്തുകൾ വരുന്നതായിരുന്നു നല്ലത്. മന്ത്രിമാരുടെ വണ്ടിയിൽ 3 പോത്തുകളെ കയറ്റി വിട്ടായിരുന്നെങ്കിൽ ആ പോത്തുകൾ വയനാട്ടിൽ വന്നിരുന്ന ചാണകമെങ്കിലും വയനാട്ടുകാർക്ക് ലാഭമായേനെ. അതുപോലും ഇല്ലാത്ത രീതിയിൽ വയനാട് ജനതയെ മുഴുവൻ അപഹസിക്കുന്ന രീതിയിലാണ് മന്ത്രിമാർ വന്ന് പെരുമാറിയത്. ഞാൻ രാജേഷിൻ്റെ ഇതിലേക്ക് വരാം. അതിന് മുമ്പ് മന്ത്രി കെ രാജൻ എന്ന റവന്യൂ മന്ത്രി രാവിലെ പത്രക്കാരോട് സംസാരിച്ച ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു. അപ്പോൾ പത്രക്കാർ നഷ്ടപരിഹാരത്തെ പറ്റിയൊക്കെ ചോദിച്ചു, 40 ലക്ഷം കൊടുക്കുന്ന കാര്യവും സ്ഥിര ജോലിയുടെ കാര്യമൊക്കെ ചോദിച്ചു. അപ്പോൾ മന്ത്രി രാജൻ ധാർഷ്ട്യം നിറഞ്ഞ പുച്ഛത്തോടുകൂടി, പുച്ഛം കലർന്ന ചിരിയോടുകൂടി പറയാണ്, ആരാ ഇതൊക്കെ പറഞ്ഞത്? വനം മന്ത്രി അങ്ങനെ പറഞ്ഞിട്ട് വനം മന്ത്രിയോട് ചോദിക്കണം, അവൻ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന ധാർഷ്ട്യം നിറഞ്ഞ പുച്ഛം നിറഞ്ഞ മറുപടിയാണ് കൊടുത്തത്. അതിൻ്റെ വീഡിയോ കിടപ്പുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഇതാണ്: വനം മന്ത്രി പറഞ്ഞ കാര്യം വനം മന്ത്രിയോട് ചോദിക്കണമെന്ന് പറയാനാണെങ്കിൽ പിന്നെ എന്താ 3 മന്ത്രിമാർ ഒരുമിച്ച് വന്നത്? ഇവർക്ക് വേറെ വന്നാൽ പോരെ? അപ്പോൾ ഈ രീതിയിൽ ഇവർക്ക് പ്രശ്നം പരിഹരിക്കാൻ യാതൊരു താല്പര്യവും ഇല്ല. സംഗതി ആളെ പറ്റിക്കാനും കണ്ണിൽ പൊടിയിടാനുമായിട്ട് മാത്രം വന്നതാണ്. ഇനി രാജേഷ് പറഞ്ഞ കാര്യം, ഇപ്പോൾ അഭിലാഷ് പറഞ്ഞു, രാജേഷ് അതിൽ ക്ലാരിറ്റി വരുത്തിയെന്ന് പറഞ്ഞു. ആ പത്രസമ്മേളനം കൃത്യമായിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്, ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. രാജേഷ് പറഞ്ഞ എക്സാക്ട് വാക്ക് ഇതാണ്: മൃഗങ്ങളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില വ്യവസ്ഥകൾ ഏർപ്പെടുത്തുന്നത് ആലോചിക്കേണ്ടി വരും. എക്സാക്ട് വേർഡ്സ് ആണ്, ആലോചിക്കേണ്ടി വരും, നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടി വരും എന്നാണ് രാജേഷ് പറഞ്ഞത്. അതാണ് കറക്റ്റ് അവരുടെ ഉള്ളിലിരിപ്പും. അത് പിന്നീട് വിവാദമായി കഴിഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലായപ്പോൾ അവർ പിൻവലിച്ചു, അത് വേറെ വിഷയം. പക്ഷേ ഇതാണ് ഇവരുടെ ഉള്ളിലിരിപ്പ്. ഈ പറഞ്ഞ അജീഷിൻ്റെ കാര്യത്തിൽ മാനന്തവാടിയിൽ വെച്ച് നടന്ന ഒത്തുതീർപ്പ് ചർച്ചയുടെ ഭാഗമായിട്ട് വന്ന തീരുമാനങ്ങളോ പോളിൻ്റെ കാര്യത്തിൽ വന്ന തീരുമാനങ്ങളോ നടപ്പാക്കാൻ ഇവർക്ക് യാതൊരു ഉദ്ദേശവുമില്ല. ഈ 40 ലക്ഷം കൊടുക്കാനോ സ്ഥിര ജോലി കൊടുക്കാനോ അവർക്ക് ഉദ്ദേശമില്ല. ആളെ വിഡ്ഢികളാക്കി, ഞങ്ങൾ വയനാട്ടുകാരെ വിഡ്ഢികളാക്കി എന്നുള്ളതാണ് ഈ മന്ത്രിതല സംഘം ഇന്ന് വയനാട്ടിൽ വന്ന് പറഞ്ഞത്. ഓക്കെ, ഏതായാലും രാജൻ്റെ പാർട്ടി CPI ആണല്ലോ. അവർ 2 മാസത്തിനുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ സ്ഥാനാർത്ഥി നിർത്തി പെട്ടി നോക്കി വരുമല്ലോ വോട്ട് ചോദിക്കാൻ. അതിനുള്ള മറുപടി വയനാട്ടുകാർ കൊടുക്കും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ തീരുമാനങ്ങളായിട്ട് വന്നത് എന്താണ്? പരിക്കേറ്റവർക്ക് ചികിത്സയുടെ കാശ് സർക്കാർ കൊടുക്കാത്തതാണോ വയനാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം? ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു പരിഹാര നിർദ്ദേശം അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, ഒരു ചർച്ചയും വന്നിട്ടില്ല. ഇവിടെ വയനാട്ടുകാർ പറയുന്നത് എന്താ? അവരുടെ ഭൂമിയിൽ സ്വസ്ഥമായിട്ട് ജീവിക്കണം, വന്യമൃഗങ്ങൾ അവരുടെ പറമ്പിലേക്ക് കയറി വരരുത് എന്നുള്ള കാര്യത്തിൽ എന്ത് തീരുമാനം എടുത്തിട്ടുള്ളത്? ഒരു തീരുമാനവും ഇല്ലല്ലോ. ഈ 13 കോടി രൂപ അഡീഷണൽ കൊടുക്കുമെന്ന് പറഞ്ഞു, കുടിശ്ശിക കൊടുക്കുന്നതാണോ തീരുമാനം? അപ്പോൾ നമ്മൾ ഇപ്പോൾ കിഫ മുന്നോട്ട് വെച്ച്, കിഫയുടെ നിലപാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പറയുന്ന ഒരു കാര്യം ഇതുണ്ട്: വയനാട്ടിലും കേരളത്തിലെ മലയോര മേഖലയിലും വേണ്ടത് ഹ്യൂമൻ സെൻസിറ്റീവ് സോണാണ്. വനത്തിനുള്ളിലേക്ക് ഒരു 500 മീറ്ററോ 100 മീറ്ററോ ഉള്ളിൽ വന്യമൃഗങ്ങളെ തടയണം. കാരണം ഇന്ന് രാവിലെ ഈ ബേലൂർ മഖന എന്ന് പറയുന്ന ആന ഇന്ന് രാവിലെ മരക്കടവിൽ വന്നു. 300 ആളുകൾ ചേസ് ചെയ്യുന്ന ആനയാണെന്ന് ഓർക്കണം. രാവിലെ 5:30 ആളുകൾ വിളിച്ചെടുപ്പിച്ച് അവർ മുന്നറിയിപ്പ് കൊടുക്കുക. ഈ 300 ആളുകൾ ഇതിൻ്റെ പുറകെ നടന്നിട്ട് എന്താ ഇതിനെ ട്രേസ് ചെയ്യാൻ പറ്റാത്തത്? അതിൻ്റെ റേഡിയോ കോളർ എന്തിനാ? 11ാമത്തെ ദിവസമല്ലേ ഇന്ന് ഇതിൻ്റെ പുറകെ ഡാൻസ് കളിക്കുന്നു. ആ ആനയെ വെടിവെച്ച് വന്നാൽ എന്താണ് കുഴപ്പം? ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇങ്ങനെ ക്രിമിനൽ, അതായത് കേരളത്തിലും കർണാടകയിലും ആളെ കൊന്നു എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആനയായി ബേലൂർ മഖന മോഴയാന, അതിനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടാൽ എന്താ പ്രശ്നം? ചെയ്യാൻ പറ്റുമല്ലോ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഇടാൻ പറ്റും, കളക്ടർക്ക് ഉത്തരവിടാൻ പറ്റും. ഇന്ന് കളക്ടറുണ്ടല്ലോ, ഈ 3 മന്ത്രിമാരെ പറയാം കളക്ടർ നടക്കുന്നുണ്ടല്ലോ. എന്താ ഈ 144 പ്രഖ്യാപിക്കാൻ കളക്ടർക്ക് അറിയാമെങ്കിൽ പിന്നെ എന്താ CRPC 133(1) പ്രകാരം ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആനയെ വെടിവെച്ച് കൊല്ലാൻ കളക്ടർക്ക് ഉത്തരവിടാൻ പറ്റാത്തത്? മുഖ്യമന്ത്രി ഓൾറെഡി 15-ാം തീയതിയിലെ മീറ്റിംഗിൽ പറഞ്ഞല്ലോ കളക്ടർ അധികാരം പ്രയോഗിക്കണമെന്ന്. എന്താ പ്രയോഗിക്കാത്ത? ഇതുപോലും ചെയ്യാതെ ആളുകളെ വിഡ്ഢിയാക്കിക്കൊണ്ട്, ആളുകളെ പുച്ഛിച്ചുകൊണ്ട് നിങ്ങളിങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഭരണകൂടം അവിടെ നടത്തിയത്. ഇതിൻ്റെ റൂട്ട് കോസും കൂടെ മനസ്സിലാക്കണം. ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ ഏകവനം പദ്ധതി എന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ട് അഭിലാഷേ. ഇപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഗാഡ്ഗിലിനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞങ്ങളൊക്കെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ എതിർത്ത ആളുകളാണ്. അത് കൃത്യമായിട്ട് ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടല്ല പ്രശ്നം. ഇതിൻ്റെ പുറകിൽ
യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് സ്റ്റേറ്റസുമായി ബന്ധപ്പെട്ട് 2009 ഇന്ത്യ കൊടുത്ത പ്രപ്പോസൽ തള്ളിപ്പോയി. അന്ന് കേന്ദ്രം ഭരിക്കുന്ന UPA സർക്കാരാണ്, കേരളം ഭരിക്കുന്നത് LDF സർക്കാരാണ്, ബിനോയ് വിശ്വമാണ് മന്ത്രി. എന്നെ ഇത് പൂർത്തിയാക്കാൻ അനുവദിക്കണം. അപ്പോൾ 2009 ഇന്ത്യ കൊടുത്ത പ്രപ്പോസൽ തള്ളി യുനെസ്കോ പറഞ്ഞു. 3 കാരണങ്ങളാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് പശ്ചിമഘട്ടം മുഴുവൻ തുടർച്ചയായിട്ട് വനത്തിന് തുടർച്ച ഉണ്ടാവണം. കാരണം ഇപ്പോൾ പല സ്ഥലത്തും വനത്തിന് തുടർച്ചയില്ല. ഇപ്പോൾ ഈ പുൽപ്പള്ളി പ്രദേശം തന്നെ, അതായത് വയനാട് വന്യജീവി സങ്കേതം 2ആയിട്ട് മുറിഞ്ഞാണ് കിടക്കുന്നത്. ബത്തേരി സൈഡിൽ ഒരു സ്ട്രെച്ച് കിടക്കുന്നു, അതിൻ്റെ ഇപ്പുറത്ത് പുൽപ്പള്ളി പഞ്ചായത്തും മുള്ളൻകൊല്ലി പഞ്ചായത്തും വരുന്നു, പിന്നെ ബാക്കി പീസ് ഇപ്പുറ സൈഡ് മാനന്തവാടി സൈഡിലാണ് കിടക്കുന്നത്. ഇത് മുറിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മുറിഞ്ഞു കിടക്കുന്ന വനങ്ങൾ മുഴുവൻ സിംഗിൾ സ്ട്രെച്ചിൽ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഈ പറഞ്ഞ പ്രദേശത്തെ ആളുകൾ ഒഴിപ്പിച്ചേ പറ്റൂ. അത് കാശ് കൊടുത്ത് ആളുകൾ ഒഴിപ്പിക്കാൻ പറ്റില്ല, വലിയ പ്രശ്നം ഉണ്ടാവും. പിന്നെ എങ്ങനെ ഒഴിപ്പിക്കാൻ പറ്റും? സർക്കാർ 2011 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കിട്ടി നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിന്. അപ്പോൾ ഇന്ത്യൻ സർക്കാർ ഒപ്പിട്ട് കൊടുത്തൊരു കാര്യമുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് ഒരു സെക്കൻഡ്